പോലും കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കള് പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പിതാവിനെ കുറിച്ചിട്ടുള്ള ഒരു ദയനീയമായ അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ചെറുതായിട്ട് നമ്മളെ വീഡിയോയിലൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോ, ഒരു കണ്ണുനീർ, ഒരു സമൂഹത്തിൻ്റെ കണ്ണാടി. 85 വയസ്സായ പിതാവിനെ സ്വന്തം മക്കൾ ഉപേക്ഷിച്ച ദയനീയ കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും നമ്മെ ചിന്തിപ്പിച്ചു. വിദ്യാഭ്യാസവും പദവിയും സാമ്പത്തിക ശേഷിയും നേടിയ മക്കൾ പോലും മാതാപിതാക്കളുടെ മനസ്സിലാക്കാതെ പോകുമ്പോൾ സമൂഹത്തിൻ്റെ യഥാർത്ഥ പരാജയം അവിടെയാണ് തെളിയുന്നത്. മാതാപിതാക്കൾ നമ്മെ വളർത്തിയത് സൗകര്യത്തിലല്ല, ഉറക്കമില്ലാത്ത രാത്രികളിലും സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ചും എൻ്റെ മക്കൾ നന്നാകണം എന്നൊരു സ്വപ്നം മാത്രം പിടിച്ചാണ്. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വീണാൽ ഓടിയെത്തിയത് അവർ. ഇന്ന് അവർ വീഴുമ്പോൾ പിടിച്ചു നിർത്താൻ നമുക്ക് സമയമില്ലെങ്കിൽ അത് പുരോഗതിയല്ല, വലിയൊരു നഷ്ടമാണ്. വിദ്യാഭ്യാസം മനുഷ്യനെ വലിയവൻ ആക്കേണ്ടതാണ്. പക്ഷേ മാതാപിതാക്കളെ മറക്കാൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം വെറും സർട്ടിഫിക്കറ്റുകളുടെ ഭാരം മാത്രമാണ്. ഇന്ന് പല വീടുകളിലും വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്നത് ഏകാന്തതയാണ്. അവർക്കാവശ്യം വലിയ സമ്പത്ത് അല്ല, ഒരു സ്നേഹവാക്ക്, കുറച്ചു സമയം ഞങ്ങൾ ഉണ്ടല്ലോ എന്നൊരു ഉറപ്പ് മാത്രം. ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകിയ സ്ഥാനം അതീവ മഹത്തമാണ്. അല്ലാഹു തആല തൻ്റെ ഇബാദത്തിനൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. പ്രായമായപ്പോൾ അവരോട് ഉഫ് എന്നുപോലും പറയരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. ഇന്ന് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സമീപനം നാളെ നമ്മുടെ മക്കൾ നമ്മളോടും കാണിക്കില്ലെന്നുറപ്പുണ്ടോ? സമൂഹം മാറേണ്ടത് വലിയ പ്രഭാഷണങ്ങളിലൂടെ അല്ല, സ്വന്തം വീട്ടിലെ വൃദ്ധരായ ഉമ്മയെയും ഉപ്പയെയും ചേർത്ത് പിടിക്കുന്ന ഹൃദയങ്ങളിലൂടെയാണ്. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ. ജീവിച്ചിരിക്കുന്നവർക്ക് നന്മയും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിരിക്കും ഞാൻ എന്തിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ മാതാപിതാക്കളെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതും ഒക്കെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിച്ച് നമ്മൾ പൈസ അറിയുമ്പോൾ നമുക്ക് എന്തിനെങ്കിലും നമ്മളെ കുറവ് വരുത്താതെയാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ അവർക്ക് പ്രായമാകുമ്പോൾ നമ്മൾ തിരിച്ചും അവരോട് ആ സ്നേഹം പുലർത്തണം. നമ്മളെ ചെറിയ മക്കളാവുമ്പോൾ നമ്മളെ അപ്പിയും മൂത്രം കാഷ്ടം ഇല്ലാതെ ഒരു എന്താ പറയുക, വെറുപ്പില്ലാതെ അറപ്പില്ലാതെ അവർ നമ്മളെ മൂക്കുന്ന് വരുന്നതടക്കം ശരിക്കും അവർക്ക് വൃത്തിയാക്കി തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ നിലയ്ക്ക് നമുക്ക് നിൽക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. അപ്പം നമ്മൾ ആ ചെറുപ്പത്തിൽ നമ്മളെ എങ്ങനെയാണോ നോക്കിയത്, ആ നോക്കിയത് പോലെ അവർക്ക് പ്രായമാകുമ്പോഴും നമ്മൾ അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ഇൻഷാ അല്ലാ. റബ്ബിർഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള അതിമനോഹരമായ ഈ പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാ.
നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണണം. മാതാപിതാക്കളോട് എത്രമാത്രം ഇഷ്ടങ്ങൾ പുലർത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ കമൻറ്റുകളാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ബർക്കത്തും നമുക്ക് ചൊരിയട്ടെ, എല്ലാ റഹ്മത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.